ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാക്സിന്റെ ഒരു പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് SSLCയിലെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ ഒരു കണക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്, ഒരു നക്ഷത്രം പോലുള്ള ഒരു ഫിഗർ അല്ലെ. ഇതിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പച്ച, അതായത് ഈ ഗ്രീൻ ഷെയ്ഡുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ഗ്രീൻ ഷെയ്ഡുള്ള ഭാഗം അല്ലെ. ഈ ഗ്രീൻ ഷെയ്ഡുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ അതിൽ ഡോട്ട് ഇടാൻ ഉള്ള സാധ്യത എത്രയാണെന്നാണ് നമ്മൾ ചോദ്യം. വളരെ സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ഇതിനെ ചെയ്യാൻ പോണത് ജസ്റ്റ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, ഇതിന്റെ അകത്ത് എല്ലാം ഇതൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, ഇത് രണ്ടാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, ഇത് മൂന്നാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിൾ, ഇത് 4, ഇത് 5, ഇത് 6. അപ്പൊ നമ്മൾ ഈ നടുക്കുള്ള ഈ പച്ച ഭാഗത്തിനെ നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിട്ട് ഭാഗിക്കാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് 1, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഈ ഹെക്സഗൺ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയഗണലായിട്ട് കൺസിഡർ ചെയ്താൽ, ഈ ഹെക്സഗണെ നമ്മൾ ഡയഗണലായിട്ട് മുറിക്കുകയാണെങ്കിൽ, ഡയഗണലി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് എത്ര കൂടെ കിട്ടി മക്കളെ? ഓക്കെ, 7, 8, 9, 10, 11, 12. ടോട്ടൽ എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇവിടെ കിട്ടി? 12 ഇക്വലാറ്റർ ട്രയാങ്കിളുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രോബബിലിറ്റി അല്ലെ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടോട്ടൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടി? നമുക്ക് 12 കിട്ടി. എങ്കിൽ നമുക്ക് കുത്തുകൊള്ളേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പച്ച ഭാഗമാണ് അല്ലെ. ആ കുത്തുകൊള്ളേണ്ട ഭാഗം എത്രയുണ്ട്? ഗ്രീൻ പോർഷന്റെ അകത്തുള്ള എത്ര ട്രയാങ്കിളുകളുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പൊ ഗ്രീൻ പോർഷൻ 6 ആണ്. എങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ടോട്ടൽ 12 ആണ്. അതിൽ എത്ര ഭാഗം ഗ്രീൻ ഉണ്ട്? 6. therefore ആൻസർ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താൽ 1/2. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച കണക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അടുത്ത ഷോർട്ട് വീഡിയോ ആയി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.